പാകിസ്ഥാനിൽ ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകുന്നു എന്നുള്ള സൂചനകൾ പോലും വരുന്നു എന്നുള്ളതാണ്. അസീം മുനീർ എന്ന പട്ടാള മേധാവിയെ മാറ്റി പകരം പുതിയ മേധാവിയെ നിയമിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. അസീം മുനീറിന് പകരം പുതിയ പട്ടാള മേധാവി വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അസീം മുനീർ എന്ന പട്ടാള മേധാവിയെ മാറ്റുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് സ്വന്തം വസതിയിൽ നിന്ന് സുരക്ഷിത ഇടത്തിലേക്ക് മാറേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ ഒരു വളരെ വേഗത്തിൽ ഏതാണ്ട് 1-2 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ്റെ മൊത്തം ആഭ്യന്തര സാഹചര്യം പൂർണ്ണമായും മാറുകയും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒരു ഇന്ത്യക്ക് മുമ്പിൽ ഒരു നാണം കെട്ട അവസ്ഥയിലേക്ക്, അതായത് ഇത്രത്തോളം മോശം സൈനിക മേധാവിത്വം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സൈനിക ശക്തി ഇല്ലാത്തൊരു രാഷ്ട്രം എന്ന നിലയിലേക്ക് മാറുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ്റെ അവസ്ഥ മാറുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 8:45 പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. അത് ഏതാണ്ട് 9:30 അത് പൂർണ്ണമായും അത് വരുതിയിലാക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറുന്നു. പിന്നീട് നമ്മൾ കണ്ടത് തിരക്കിട്ട കൂടിയാലോചനകളാണ്. ഏതാണ്ട് 10 മണിക്ക് ശേഷമുള്ള ആക്രമണങ്ങൾ തുടങ്ങുന്നു. 10 മണിക്ക് ശേഷം ആക്രമണം തുടങ്ങുകയും അത് ആദ്യ ഘട്ടത്തിൽ അത് ഡ്രോൺ ആക്രമണമായിരുന്നെങ്കിൽ പിന്നീട് അത് ഇപ്പോൾ INS വിക്രാന്തിൽ നിന്ന് മാറി അത് പുതിയ തരത്തിലേക്ക് ആക്രമണം മാറുന്നു. മിസൈൽ ആക്രമണം കൊണ്ട് പ്രധാനപ്പെട്ട നാവിക താവളങ്ങളിലേക്ക് തന്നെ ആക്രമണം കടുപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇസ്ലാമാബാദിൽ സ്ഫോടനം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രിക്ക് സുരക്ഷിത ഇടം തേടി മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്ന തരത്തിൽ നിന്ന് ഇപ്പോൾ അതിനേക്കാൾ അപ്പുറം പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ തന്നെ മാറ്റുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവിയെ മാറ്റി പകരം പുതിയ മേധാവിയെ നിയമിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ.